Welcome to CSC Kuruvattur. Tech Tips Today. Smart solutions for a digital future. നമസ്കാരം. നിങ്ങളുടെ റേഷൻ കാർഡ് മുൻഗണനാ വിഭാഗത്തിലേക്ക്, അതായത് പിങ്ക് കാർഡാക്കി മാറ്റുന്നത് എങ്ങനെയെന്ന് ലളിതമായി മനസ്സിലാക്കാം. അതെ, നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നീലയോ വെള്ളയോ കാർഡാണോ? ആണെങ്കിൽ നിങ്ങൾക്കിതൊരു സുവർണ അവസരം തന്നെയാണ്. അപ്പോ ഈ പറയുന്ന കാര്യങ്ങൾ ഒട്ടും മിസ്സാക്കാതെ കേൾക്കണം കേട്ടോ. മുൻഗണനയില്ലാത്ത കാർഡുകൾ മുൻഗണനയുള്ള പിങ്ക് കാർഡാക്കി മാറ്റാൻ സർക്കാർ ഒരു പ്രത്യേക അവസരം തന്നിരിക്കുകയാണ്. പക്ഷെ ശ്രദ്ധിക്കണം, ഇതെപ്പോഴും കിട്ടുന്ന ഒന്നല്ല. വളരെ കുറഞ്ഞ സമയത്തേക്ക് മാത്രമാണ് ഈ സൗകര്യം ഉണ്ടാവുക. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഈ അപേക്ഷ കൊടുക്കാനുള്ള സമയം എപ്പോഴാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ആ സമയം തെറ്റിപ്പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ തീയതികൾ വളരെ പ്രധാനപ്പെട്ടതാണ്. വേണമെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് കുറിച്ചുവെച്ചോളൂ. നവംബർ 17 രാവിലെ 11 മണി, അന്നു മുതൽ ഡിസംബർ 16 വൈകുന്നേരം 5 മണി വരെ. കൃത്യം 5 മണിക്ക് സൈറ്റ് ക്ലോസ് ആകും. അതായത് അപേക്ഷിക്കാൻ നമുക്ക് കിട്ടുന്നത് ഒരു മാസം പോലുമില്ല. അപ്പൊ സമയം വളരെ വിലപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ സമയം നമുക്ക് മനസ്സിലായി. ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്, ആർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക? നിങ്ങളുടെ കുടുംബത്തിന് യോഗ്യതയുണ്ടോ? നമുക്ക് നോക്കാം. ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് സർക്കാർ നേരിട്ട് മുൻഗണന നൽകുന്നുണ്ട്. അതായത് ഇവർക്ക് വേറെ പോയിന്റ് സിസ്റ്റത്തിന്റെയൊന്നും ആവശ്യമില്ല. ആശ്രയ പദ്ധതിയിലുള്ളവർ, ആദിവാസി കുടുംബങ്ങൾ, ക്യാൻസർ, HIV പോലുള്ള മാരക രോഗങ്ങളുള്ളവർ, ഭിന്നശേഷിക്കാർ, ഇങ്ങനെയുള്ള സമൂഹത്തിൽ കൂടുതൽ പിന്തുണ ആവശ്യമുള്ളവർക്കാണ് ഈ പരിഗണന. ഇനി നേരത്തെ പറഞ്ഞ ആ ലിസ്റ്റിലൊന്നും നിങ്ങളുടെ കുടുംബം ഉൾപ്പെടുന്നില്ലെങ്കിൽ വിഷമിക്കണ്ട, നിങ്ങൾക്കും അവസരമുണ്ട്. അത് പോയിന്റുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് മാത്രം. ഇവിടെ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾക്കാണ് പോയിന്റ് കിട്ടുന്നത്. ഉദാഹരണത്തിന് 2009 BPL ലിസ്റ്റിൽ പേരുണ്ടോ, വീട്ടിൽ പ്രായമായവരുണ്ടോ, സ്വന്തമായി വീടില്ലേ, അല്ലെങ്കിൽ വീടിന്റെ അവസ്ഥ മോശമാണോ, ഇതിനെല്ലാം നിങ്ങൾക്ക് പോയിന്റുകൾ കിട്ടും. കൂടുതൽ പോയിന്റ് കിട്ടും തോറും നിങ്ങളുടെ സാധ്യതയും കൂടും. ശരി, യോഗ്യതയുണ്ടെന്ന് കരുതി അപേക്ഷിക്കാൻ ഓടുന്നതിന് മുൻപ് ഒരു നിമിഷം, ആരൊക്കെയാണിതിന് തീർച്ചയായും അപേക്ഷിക്കാൻ പാടില്ലാത്തത് എന്നുകൂടി നമ്മൾ അറിയണം. ഇത് നിങ്ങളുടെ സമയം ലാഭിക്കാൻ സഹായിക്കും. ഇത് വളരെ ശ്രദ്ധിച്ചു കേൾക്കണം. ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരൊറ്റ യോഗ്യത നിങ്ങളുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻഗണനാ കാർഡിന് അർഹതയുണ്ടാവില്ല. അതായത് 1000 സ്ക്വയർ ഫീറ്റിൽ വലിയ വീടുണ്ടെങ്കിലോ, ഒരേക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടെങ്കിലോ, സ്വന്തമായൊരു കാറുണ്ടെങ്കിലോ അപേക്ഷിക്കാൻ പറ്റില്ല. അതുപോലെ മാസവരുമാനം 25,000 രൂപയിൽ കൂടുതലാണെങ്കിലോ, അല്ലെങ്കിൽ സർക്കാർ ജോലിയോ സർവീസ് പെൻഷനോ ഉണ്ടെങ്കിലും നിങ്ങൾ അയോഗ്യരാണ്. ഒരേ ഒരിളവുള്ളത് ഉപജീവനത്തിനുള്ള ടാക്സിക്ക് മാത്രമാണ്. അപ്പം നിങ്ങൾ അയോഗ്യരല്ലാന്നുറപ്പിച്ചല്ലോ, വളരെ നല്ലത്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. അപേക്ഷ കൊടുക്കാൻ വേണ്ട രേഖകളൊക്കെ തയ്യാറാക്കണം. എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ മിക്കവാറും എല്ലാവർക്കും വേണ്ട 3 പ്രധാനപ്പെട്ട രേഖകളാണിത്. നിങ്ങളുടെ വരുമാനം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, വീടിന്റെ വലുപ്പം കാണിക്കുന്ന സർട്ടിഫിക്കറ്റ്, പിന്നെ ഏറ്റവും ഒടുവിലടച്ച വസ്തുനികുതിയുടെ റെസീറ്റും. ഇത് 3ഉം ആദ്യമേ കയ്യിൽ കരുതുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലെങ്കിൽ അതിന് കൂടുതൽ പോയിന്റ് കിട്ടും. പക്ഷേ അത് തെളിയിക്കാൻ സർട്ടിഫിക്കറ്റ് വേണം. ഭൂമിയില്ലെങ്കിൽ വില്ലേജ് ഓഫീസിൽ നിന്നും, വീടില്ലെങ്കിൽ പഞ്ചായത്തിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങണം. ലൈഫ് പോലുള്ള പദ്ധതി വഴിയാണ് വീട് കിട്ടിയതെങ്കിൽ അതിന്റെ രേഖയും വേണം. നിങ്ങൾ ഏതെങ്കിലും പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് രോഗാവസ്ഥയോ വൈകല്യമോ അല്ലെങ്കിൽ ജാതി സംവരണമോ ഉണ്ടെങ്കിൽ, അതെല്ലാം തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമായും കയ്യിൽ വെക്കണം. ഓരോന്നിനും അതിൻ്റേതായ രേഖകൾ ഹാജരാക്കിയാലേ ആനുകൂല്യം കിട്ടുകയുള്ളൂ. എല്ലാ രേഖകളും റെഡിയായോ? കൊള്ളാം. എങ്കിൽ പിന്നെ താമസിക്കേണ്ട, നമുക്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. എങ്ങനെയാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതെന്ന് നോക്കാം. ഇത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. സിവിൽ സപ്ലൈസിന്റെ വെബ്സൈറ്റിൽ കയറുക, സിറ്റിസൺ ലോഗിൻ എടുക്കുക. അവിടെ കാർഡ് കൺവേർഷൻ എന്നൊരു ഓപ്ഷൻ കാണും. അത് തെരഞ്ഞെടുത്ത് വിവരങ്ങളെല്ലാം പൂരിപ്പിക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച രേഖകളില്ലേ, അതെല്ലാം സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക, സബ്മിറ്റ് കൊടുക്കുക. അത്രയുള്ളൂ. ഇത് സർക്കാർ തരുന്ന ഒരു പ്രധാന നിർദ്ദേശമാണ്. എല്ലാ രേഖകളും കൊടുത്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപേക്ഷ കൊടുത്തുകഴിഞ്ഞാൽ ഇടയ്ക്കിടെ ഫോണിൽ വരുന്ന മെസ്സേജുകൾ ശ്രദ്ധിക്കണം. എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അതിലൂടെയായിരിക്കും നമ്മളെ അറിയിക്കുക. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്, അവസാന തീയതി ഡിസംബർ 16. ഒരു കാരണവശാലും ഈ തീയതി മറന്നുപോകരുത്. അവസാനമായി ഒരു പ്രധാന ഉപദേശം: അവസാന ദിവസത്തേക്ക് കാത്തുനിൽക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ?
നിങ്ങൾ നേരത്തെ അപേക്ഷിച്ചാൽ ഒരുപക്ഷെ എന്തെങ്കിലും തെറ്റുകൾ കാരണം അപേക്ഷ മടക്കി അയച്ചാൽ പോലും അത് തിരുത്തി വീണ്ടും സമർപ്പിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടും. അവസാന ദിവസത്തെ തിരക്കിൽ ചിലപ്പോൾ ഈ അവസരം നഷ്ടപ്പെട്ടു പോയേക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ റേഷൻ കാർഡിന്റെ നിറം മാറുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് നിങ്ങളുടെ കുടുംബത്തിന്റെ മാസച്ചെലവിൽ എത്ര വലിയ ആശ്വാസമായിരിക്കും. അപ്പോ ഈ അവസരം ഉപയോഗപ്പെടുത്തണോ വേണ്ടിയോ എന്ന് ചിന്തിച്ച് ശരിയായൊരു തീരുമാനമെടുക്കുക.